90+ മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ +2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ഇനിയും മണിക്കൂറുകൾ എടുത്തേക്കാം ബീഹാറിലെ അന്തിമ വിജയിയെ നിർണയിക്കാൻ. അവസാന തെരഞ്ഞെടുപ്പ് എന്ന വൈകാരിക പ്രഖ്യാപനത്തോടെ മത്സര രംഗത്തിറങ്ങിയ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് കാൽച്ചുവട്ടിലെ മണ്ണ് ഇളകി തുടങ്ങിയിരിക്കുന്നു. അധികാരം കിട്ടിയാലും അത് BJPയുടെ ഔദാര്യമായി മാറുന്ന ദുർവിധിയാണ് ഈ തെരഞ്ഞെടുപ്പ് നിതീഷിന് സമ്മാനിക്കുക. ഇനി പ്രതീക്ഷയുടെ പ്രകാശം പരത്തിയ മഹാസഖ്യമോ? സംഭവിക്കുന്നത് പരാജയമാണെങ്കിൽ പാപഭാരം പേറേണ്ടി വരുന്നത് കോൺഗ്രസിനായിരിക്കും. CPI-MLന്റെ നേതൃത്വത്തിൽ കണ്ട ഇടത് മുന്നേറ്റം ആശയും ആശ്വാസവുമാകുന്നത് ആർക്കെല്ലാമായിരിക്കും? ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിലെ വിജയക്കുതിപ്പിൽ BJP നിൽക്കുമ്പോൾ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വൃത്താന്തത്തിലാണ് ഇന്ന് എൻകൗണ്ടർ. എന്റെ അതിഥികൾ: RSP കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ NK പ്രേമചന്ദ്രൻ MP, CPM സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ M സ്വരാജ് MLA, KPCC ജനറൽ സെക്രട്ടറി ഡോക്ടർ മാത്യു കുഴൽനാടൻ, BJP സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ PR ശിവശങ്കർ. ഒപ്പം ഈ ചർച്ചയിൽ പ്രത്യേക അതിഥിയായി പട്നയിൽ നിന്ന് K അജിത്ത് കൂടിയുണ്ട്. ശ്രീ NK പ്രേമചന്ദ്രൻ, ഈ അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനം ഇപ്പോൾ. എന്നാലും ഇനിയും നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും അന്തിമമായി ഈ ചിത്രം വ്യക്തതയോടുകൂടി തെളിയാൻ. ഒരു പക്ഷേ മഹാസഖ്യത്തിന് പരാജയം സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ആ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറിയ പങ്കും പേറേണ്ടി വരുന്നത് കോൺഗ്രസിനായിരിക്കില്ലേ? തേജസ്വി യാദവ് ഈ സീറ്റ് വിഭജന ഘട്ടത്തിലേക്ക് കടന്ന സമയത്ത് അദ്ദേഹം വളരെ ഉദാരമായാണ് ഒരു സമീപനം സ്വീകരിച്ചത്. കോൺഗ്രസിന് 70 സീറ്റ് മത്സരിക്കാൻ, ഇടത് പാർട്ടികൾക്ക് 29 സീറ്റ്. അദ്ദേഹത്തിന്റെ തന്നെ പാർട്ടിക്കുള്ളിൽ നിന്ന് വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് ഈ ഉദാര സമീപനത്തിന്. അവിടെ ഇടത് പാർട്ടികൾ പ്രതീക്ഷയ്ക്കൊത്ത് പ്രകടനം കാഴ്ചവെച്ചപ്പോൾ പ്രതീക്ഷ തകർത്തത് കോൺഗ്രസ് ആണ്. കാരണം അവരുടെ പ്രധാനപ്പെട്ട മേഖലയിൽ, ശക്തി കേന്ദ്രങ്ങളിൽ പോലും കോൺഗ്രസ് പിന്നാക്കം പോകുന്ന സാഹചര്യം കണ്ടു. താങ്കൾ എങ്ങനെ ബീഹാറിലെ ഈ സ്ഥിതിഗതികളെ വിലയിരുത്തുന്നു? ബീഹാറിലെ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള ജനവിധി സത്യത്തിൽ വളരെ ഉദ്വേഗജനകമായ അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ആർക്ക് വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കുമെന്നതിനെ സംബന്ധിച്ചുള്ള ഒരു സ്പഷ്ടതയുമില്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ കാര്യത്തിൽ ഒരു കാര്യം നേരത്തെ എന്നോട് ഗോപികൃഷ്ണൻ ചോദിച്ച വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യം. 70 സീറ്റുകളിൽ ഈ പ്രാവശ്യം മത്സരിച്ച കോൺഗ്രസ് കഴിഞ്ഞ പ്രാവശ്യം 40 സീറ്റുകളിലാണ് മത്സരിച്ചത്. 30 സീറ്റ് അധികം മത്സരിച്ചു. ഒരു മുന്നണി സംവിധാനത്തിൻ്റെ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിൽ മത്സരിച്ചത്. എന്നാൽ കോൺഗ്രസിൻ്റെ പെർഫോമൻസ് ഒട്ടും ആശ്വാസകരമായിരുന്നില്ല എന്നുള്ളത് വസ്തുത തന്നെയാണ്. ആ കാര്യത്തെ സംബന്ധിച്ച് കോൺഗ്രസ് സ്വയം വിമർശനത്തിന് വിധേയമാകേണ്ടതാണ്, വിലയിരുത്തേണ്ടതാണ് എന്നാണ് എൻ്റെ വ്യക്തിഗതമായിട്ടുള്ള അഭിപ്രായം. പക്ഷേ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചുമലിൽ മാത്രം അതിൻ്റെ ഉത്തരവാദിത്വം പോകുന്നില്ല. കാരണം ഒരു ഐക്യമുന്നണി സംവിധാനമായി നിന്നുകൊണ്ട് ശ്രീ തേജസ്വി യാദവ് ആയിരിക്കും മുഖ്യമന്ത്രി എന്ന് വ്യക്തമായി അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് അടക്കം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ പ്രാവശ്യം മഹാസഖ്യത്തെ പിന്തുണയ്ക്കുകയും അതിൻ്റെ ഭാഗമായി മാറുകയും ചെയ്തത് ഒരു കൂട്ടായ ഉത്തരവാദിത്വത്തോടും ഐക്യത്തോടും കൂടിയാണ്. ശ്രീ രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസിൻ്റെ സമുന്നതരായിട്ടുള്ള നേതാക്കൾ നല്ല രൂപത്തിൽ ക്യാമ്പയിൻ നടത്തി ഒരു ഐക്യം രൂപപ്പെടാൻ കഴിഞ്ഞു. നിർഭാഗ്യവശാൽ കോൺഗ്രസിന് ആഗ്രഹിച്ച രൂപത്തിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വസ്തുതയാണ്. തീർച്ചയായും അത് കോൺഗ്രസ്, ഞാൻ ആവർത്തിച്ച് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, സ്വയം അവർ തന്നെ ആ കാര്യത്തെ സംബന്ധിച്ച് വിലയിരുത്തേണ്ടതാണ് എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഈ അവസരത്തിൽ അഭിപ്രായപ്പെടാനുള്ളത്. മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ ഇപ്പോഴും സന്നിഗ്ധാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോലും ഈ തെരഞ്ഞെടുപ്പ് ഒരുപാട് പാഠങ്ങൾ നൽകുന്നുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം BJPയും ജനതാദൾ യുണൈറ്റഡുമായിട്ടുള്ള സഖ്യത്തിൽ ഏർപ്പെട്ട് മത്സരിക്കുമ്പോൾ തന്നെ
BJPയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ലോക ജനശക്തി പാർട്ടി എന്ന് പറയുന്ന LJP എന്ന് പറയുന്ന പാർട്ടി വേറെ മാറി നിന്ന് ഒറ്റയ്ക്ക് മത്സരിക്കുകയും ഒരേ സമയം BJP അനുകൂലിക്കുകയും അതേസമയം തന്നെ നേരെ തിരിച്ച് ശ്രീ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ജനതാദൾ യുണൈറ്റഡിനെ എതിർക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതി സത്യത്തിൽ നമ്മുടെ രാഷ്ട്രീയത്തിൽ ഒരിക്കലും പരീക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു തന്ത്രമാണ്. എനിക്കിപ്പോഴും അതിന്റെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ BJP അതിന്റെ ഏറ്റവും മികച്ച ഗുണഭോക്താക്കളാകും എന്ന് കണ്ട് നടത്തിയ ഈ തന്ത്രത്തിൽ ഒരുപക്ഷെ കാൽവഴുതി വീഴാൻ പോകുന്നത് NDA ആണ്. പക്ഷെ പറയാറായിട്ടില്ല. ഇപ്പോൾ 122 സീറ്റിൽ അവർ ലീഡ് നടത്തുന്നുണ്ട്. ഞാൻ ആ അക്കങ്ങളെ കുറിച്ച് കാണുന്നില്ല. എങ്കിൽ പോലും മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ NDAയുടെ സ്പോയിലറായി മാറാൻ പോകുന്നത് ഈ തീരുമാനമാണ്. ചിരാഗ് പാസ്വാൻ ലൂടെ BJP നടപ്പാക്കാൻ ശ്രമിച്ച തന്ത്രമാണ് ഒരുപക്ഷെ അവർക്ക് തിരിച്ചടി ആകാൻ പോകുന്നത്. കാരണം താങ്കൾ പറഞ്ഞതുപോലെ തന്നെ JDUവിനെതിരെയാണ് അവർ മത്സര രംഗത്ത് സജീവമായി ഉണ്ടായിരുന്നത്. അതിന്റെ ഗുണഭോക്താവ് ആര് എന്നുള്ളത് നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് കണ്ടറിയാം. പക്ഷെ അതൊരു സ്ട്രാറ്റജിക് പ്ലാൻ ആയിരുന്നു എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. കാരണം ഒരേ സമയം ഒരു മുന്നണിയിൽ നിൽക്കുക, കേന്ദ്ര മന്ത്രിസഭയിൽ അംഗമായിരുന്നു കൊണ്ട് ഞങ്ങൾ BJPക്കെതിരല്ല, നരേന്ദ്രമോദിക്കെതിരല്ല, പക്ഷേ നിതീഷ് കുമാറിനും ജനതാദൾ യുണൈറ്റഡിനും എതിരാണ് എന്ന നിലയിൽ സത്യത്തിൽ ജനവിരുദ്ധ വികാരം, ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനവിരുദ്ധ വികാരം, നിതീഷ് കുമാറിനെതിരായിട്ടുള്ള ജനവിരുദ്ധ വികാരത്തെ ഒരു പരിധിവരെ പ്രതിരോധിക്കുന്നതിന് തന്ത്രപരമായിട്ടുള്ള നിലപാട് സഹായകരമായി എന്ന് വേണം കരുതാൻ. കാരണം ഗവൺമെന്റ് വിരുദ്ധ വികാരത്തെ മറ്റൊരു രൂപത്തിൽ പരോക്ഷമായി നരേന്ദ്രമോദിയുടെയും കേന്ദ്ര ഗവൺമെന്റിന്റെയും ഒക്കെ പ്രാതിനിധ്യത്തിലൂടെ LJPയിലൂടെ പരോക്ഷമായി സഹായിക്കുന്നതിന് ഉപകരിക്കുന്ന വളരെ കൗശലപൂർവ്വമായിട്ടുള്ള ഒരു തന്ത്രം ആവിഷ്കരിക്കപ്പെട്ടതുപോലെ തന്നെ ഒവൈസിയുടെ തെരഞ്ഞെടുപ്പിലെ സാന്നിധ്യവും വളരെ വളരെ ശ്രദ്ധേയമാണ്. പ്രത്യേകിച്ചും മുസ്ലിം അതെ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ, ഒവൈസിയുടെ ഈ തെരഞ്ഞെടുപ്പിലെ സാന്നിധ്യം വളരെ വളരെ ശ്രദ്ധേയമാണ്. ഒരു സീറ്റിൽ മാത്രം ലീഡ് ഉണ്ടായിരുന്ന ഒവൈസിയുടെ പാർട്ടി 5 സീറ്റിൽ ലീഡ് ചെയ്യുന്ന സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ നിർണായകമായ അല്ലെങ്കിൽ അധികാരത്തിലേക്ക് എത്താൻ സഹായിക്കാൻ ഒരു പ്രധാന ഘടകമായി ഒവൈസിയുടെ പാർട്ടി മാറാനുള്ള സാധ്യതയുമുണ്ട്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഒന്ന് മറ്റുള്ള ഗസ്റ്റുകളിലേക്ക് കൂടി പോയ ശേഷം ശ്രീ M സ്വരാജ്, ബീഹാറിൽ മതേതര ജനാധിപത്യ സഖ്യം എന്ന ആശയത്തിനൊപ്പം നിന്ന ഇടതുപക്ഷ കക്ഷികൾ ബീഹാറിൽ ഉണ്ടാക്കിയിരിക്കുന്ന മുന്നേറ്റത്തെ ഞാൻ വിസ്മരിക്കുന്നില്ല, അതിനെ മാറ്റി നിർത്തുന്നില്ല. അതിലേക്ക് നമുക്ക് വരാം. പക്ഷെ അതിനു മുൻപ് നിലവിലെ ഈ ഘട്ടത്തിൽ, ഈ നിമിഷത്തിൽ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന നിലയിൽ ഒരുപക്ഷെ ഒരു 120 സീറ്റുകളിലേക്കൊക്കെ മഹാസഖ്യം, മഹാഗഡ്ബന്ധൻ എത്തുകയാണെങ്കിൽ പിന്നീട് അവർക്ക് ഈ ഒവൈസിയുടെ പാർട്ടി കൂടി, അതായത് നിങ്ങൾക്ക് ഒവൈസിയുടെ പാർട്ടി കൂടി ചേർന്നാൽ അധികാരത്തിലെത്താൻ കഴിയും. പക്ഷേ ഈ സഖ്യത്തിൻ്റെ സ്വഭാവം എന്താണ്? അത് ഒരു മതേതര ജനാധിപത്യ സഖ്യം എന്ന ആശയത്തിൻ്റെ അടിത്തറയാക്കിയാണ് ഈ സഖ്യം രൂപം കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വർഗീയ പാർട്ടി, വർഗീയ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന പാർട്ടി എന്ന ചീത്തപ്പേരുള്ള ഒവൈസിയുടെ പാർട്ടിയുമായി ഒരു സഖ്യത്തിലൂടെ ബീഹാറിലേക്ക് അധികാരത്തിൽ വരാൻ മഹാഗഡ്ബന്ധന് ധാർമ്മികമായി കഴിയുമോ? താങ്കൾ അതിനോട് യോജിക്കുമോ? അങ്ങയുടെ ചോദ്യം പൂർണ്ണമായും സാങ്കല്പികമായിട്ടുള്ളൊരു കാര്യമാണ്. നിലവിലെ സാഹചര്യത്തിൽ അതെ. അപ്പോൾ അതിനോട് എന്താ പറയുക, കൃത്യമായ ഒരു മറുപടി പറയുക അസാധ്യവുമാണ്. പലപ്പോഴും ഇത്തരത്തിലുള്ള ചർച്ചകളിൽ സംഭവിക്കുന്ന ഒരു പരിമിതി, നമ്മൾ ഈ വോട്ടെണ്ണലിൻ്റെ കണക്ക് പുറത്തു വരുന്നതിനനുസരിച്ചാണ് നമ്മൾ ഈ കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചാനൽ എഴുതി കാണിക്കുന്ന അനുസരിച്ചാണെങ്കിൽ 16 സീറ്റിലോ മറ്റോ 500 വോട്ടുകൾ താഴെയാണ് ലീഡ് നില എന്ന്, അല്ലേ? ശരിയല്ലേ? അപ്പൊ അത് നിമിഷം പ്രതി മാറാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ഈ ചർച്ച അവസാനിക്കുമ്പോഴേക്കും ചിലപ്പോൾ ഈ 122, 114 എന്നുള്ളതിൽ മാറ്റം വന്നേക്കാം. അപ്പോൾ അതിനെ ആസ്പദമാക്കിയിട്ട് നമുക്ക് ഭാവിയിലെ തെരഞ്ഞെടുപ്പ് കൂട്ടുകെട്ടുകളെ കുറിച്ച് ഇപ്പോൾ പ്രവചിക്കുന്നത് ഉചിതമായിരിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. അല്ല, പക്ഷേ ഈ സാങ്കല്പികം എന്ന് താങ്കൾ പറയുമ്പോഴും അത് അസ്ഥാനത്തല്ല എന്നൊരു വിശ്വാസമാണ് എനിക്കുള്ളത് ആ ചോദ്യം. കാരണം അങ്ങനെയുണ്ടെങ്കിൽ, കാരണം അതൊരു നമ്മൾ പറയുന്നത് ഒരു രാഷ്ട്രീയ ധാർമ്മികതയുടെ കൂടി പശ്ചാത്തലത്തിലായതുകൊണ്ട് ചോദ്യം സാങ്കല്പികമാണെങ്കിൽ പോലും എടുക്കാൻ കഴിയുന്ന ഒരു സമീപനത്തെക്കുറിച്ച് താങ്കൾക്ക് വേണമെങ്കിൽ പ്രതികരിക്കാമെന്ന് തോന്നുന്നു. അല്ല, ഞാനതിൽ കാണുന്നത്, ഞാൻ താങ്കളുടെ ചോദ്യം അപ്രസക്താണെന്ന് പറയുന്നില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഏത് ചോദ്യത്തിനും പ്രസക്തി ഉണ്ടാവും. ഞാനതിൻ്റെ പ്രസക്തിയെ തള്ളിക്കളയുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു മറുപടി, എൻ്റെ ഒരു മറുപടി എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് മറുപടി പറയാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരാളല്ല ഞാൻ എന്ന് അങ്ങേക്കും അറിയാം. എൻ്റെ ഒരു അഭിപ്രായം എന്ന് വിലയിരുത്തിയാൽ മതി. ഞാൻ ഇന്ത്യൻ രാഷ്ട്രീയത്തെ ഇന്ന് വിലയിരുത്തുന്നത്, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഘപരിവാർ രാഷ്ട്രീയം പരാജയപ്പെടേണ്ടതാണ്, ഒറ്റപ്പെടുത്തേണ്ടതുമാണ്. ആ ഒരു നിലപാടാണ് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികൾ ഉയർത്തിപ്പിടിക്കേണ്ടത്.
അപ്പോൾ ആ ഒരു സാഹചര്യം നിങ്ങൾ പറയുന്നത് പോലെ രൂപപ്പെട്ടു വന്നാൽ അവരേതെങ്കിലും ഇപ്പോൾ നിങ്ങൾ ഈ പരാമർശിക്കപ്പെട്ട ഒവൈസിയുടെ പാർട്ടി ഏതെങ്കിലും മുന്നണിയിൽ അംഗമാകേണ്ട കാര്യമൊന്നുമില്ല, മന്ത്രിസഭയിൽ അംഗമാകേണ്ട കാര്യമൊന്നുമില്ല. മാത്രമല്ല ഇപ്പോൾ ഒവൈസി തന്നെ വലിയ വിമർശനം നേരിടുന്നത് ജനാധിപത്യ മതനിരപേക്ഷ സഖ്യത്തിന് അനുകൂലമായി ലഭിക്കേണ്ടിയിരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ ഛിന്നഭിന്നമാക്കി, അത് ചിതറി, അങ്ങനെ BJPക്ക് നേട്ടമുണ്ടാക്കി കൊടുത്തു എന്ന നിലയിലാണ് അദ്ദേഹം ഇപ്പോൾ വിമർശിക്കപ്പെടുന്നത്. അദ്ദേഹത്തിന് മത്സരിക്കാനുള്ള, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് മത്സരിക്കാനുള്ള എല്ലാ അവകാശവും ഉള്ളപ്പോൾ തന്നെ സംഘപരിവാർ ശക്തികൾ ഈ മതനിരപേക്ഷ രാഷ്ട്രത്തിൽ അധികാര സ്ഥാനത്ത് നിന്ന് പുറത്തു പോകണമെന്ന നിലപാടാണ് ഉയർത്തിപ്പിടിക്കുന്നതെങ്കിൽ ആ നിലപാടിന് അനുസൃതമായിട്ടുള്ള രാഷ്ട്രീയ ലൈനല്ല അവർ സ്വീകരിച്ചിട്ടുള്ളത്. അവർ സ്വീകരിച്ച രാഷ്ട്രീയ ലൈനിൻ്റെ ഗുണഭോക്താക്കൾ BJP സഖ്യമായി മാറി എന്നാണ് വിമർശനം. അപ്പം അത്തരം വിമർശനങ്ങൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ നിലപാട് സത്യസന്ധമാണെങ്കിൽ അദ്ദേഹത്തിന് മതനിരപേക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് സഹായകരമായ ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വരും. ആ നിലപാട് സ്വീകരിക്കുന്നതിൽ നിന്ന് അയാളെ തടയാനൊന്നും ഇപ്പോൾ ആർക്കും സാധിക്കില്ലല്ലോ. പക്ഷെ അദ്ദേഹം ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമാകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. അത് അത്ര ഒരു ടെലിവിഷൻ ചാനൽ ചർച്ചയിൽ നമുക്ക് പറഞ്ഞ അവസാനം ഞാനത് മനസ്സിലാക്കുന്നു. സ്വരാജ് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ PR ശിവശങ്കർ, അഭിനന്ദനങ്ങൾ. ഉപതെരഞ്ഞെടുപ്പ് ഫലം BJPക്ക് അനുകൂലമാണ്. 10 സംസ്ഥാനങ്ങളിലെ വിവിധയിടങ്ങളിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം നിങ്ങൾക്ക് ആഹ്ലാദിക്കാൻ വക നൽകുന്നതാണ്, ആത്മവിശ്വാസം നിങ്ങൾക്ക് നൽകുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയം, സംശയമില്ല. പക്ഷേ നിങ്ങൾക്ക് നടത്താനാകുമായിരുന്ന ഒരു മുന്നേറ്റം, കാരണം ഈ കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ബീഹാറിൽ അതിനെ ഇല്ലാതാക്കിയതും BJPയുടെ കുടില തന്ത്രങ്ങളാണെന്ന് പറഞ്ഞാൽ താങ്കൾ അത് അംഗീകരിക്കുമോ? ചിരാഗ് പാസ്വാൻ മത്സരിച്ചതൊക്കെ മിക്കവാറും എല്ലാ സീറ്റുകളിലും JDUവിനെതിരെയാണ്. അതായത് NDAയുടെ ഒരു സ്പോയിലറായി, ഒരു നശീകരണ ശക്തിയായി മാറാൻ സാധ്യതയുണ്ടായിരുന്നത് LJP ആണ്. കാരണം ഈ വോട്ടുകൾ ഭിന്നിപ്പിച്ചുകൊണ്ട് JDUവിനെതിരായിട്ടുള്ള, നിതീഷിനെതിരായിട്ടുള്ള ക്ഷോഭം അതെല്ലാം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ അത് കാരണമായി എന്ന് വിലയിരുത്തിയാൽ BJP ഒരു ഒറ്റക്കക്ഷിയായി സർവശക്തരായി വരാൻ വേണ്ടി നടത്തിയ ഒരു രാഷ്ട്രീയ കുടിലതന്ത്രത്തിൻ്റെ ഒരു തിരിച്ചടി നിങ്ങൾ നേരിടുകയാണ് എന്ന് പറഞ്ഞാൽ? അത് ഒരു സൈഡാണ്, ഒരു കോൺസ്പിറൻസി തിയറിയുടെ ഒരു ഭാഗമാണ്. ഞാൻ അതിൽ വിശ്വസിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ഞാൻ കുറേ നാൾ മുൻപ് തന്നെ ഈ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന് ഒരുപക്ഷെ പാസ്വാൻ മരിക്കുന്നതിന് മുൻപ് തന്നെ അവിടെയുള്ള പത്രദൃശ്യ മാധ്യമങ്ങളിലുള്ള വാർത്തകൾ വന്നത് അദ്ദേഹം 20-25 സീറ്റ് ചോദിച്ചു, അത് ലഭിക്കാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹവും മരിക്കുന്നതിന് മുൻപ് തന്നെ ശ്രീ രാംവിലാസ് പാസ്വാൻ തന്നെ കുറേ കംപ്ലൈൻറ്റുകളും അത്തരത്തിലുള്ള ഞാൻ പുറത്തേക്ക് പോകും ഇതിൽ നിന്ന് എന്നുള്ള ഒരുപാട് പത്രദൃശ്യ മാധ്യമങ്ങളിൽ അദ്ദേഹം കൊടുത്ത ഇൻ്റർവ്യൂ, പ്രസ് റിലീസും ഒക്കെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം മരിച്ചതിന് ശേഷം ഒരുപക്ഷെ കുറച്ചുകൂടി അദ്ദേഹത്തിൻ്റെ മകനോട് നിതീഷ് കുമാർ കുറച്ചുകൂടി ഷാഢ്യം കാണിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അവരെ ആവശ്യപ്പെട്ട സീറ്റ് കിട്ടാഞ്ഞപ്പോൾ സ്വാഭാവികമായും BJP കുറച്ച് സീറ്റ് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വരെ പറഞ്ഞിരുന്നു. പക്ഷേ എന്നിട്ടും നടന്നില്ല. അവർ 25 സീറ്റ് വേണമെന്ന് നിർബന്ധം പിടിക്കുകയും അവർ പുറത്തേക്ക് പോവുകയുമാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. അതാണ് ബീഹാറിൽ NDAക്കും പുറത്തേക്ക് ശ്രീ രാംവിലാസ് പാസ്വാന് പോകേണ്ടി വരാൻ, അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് അങ്ങനെ സമ്മതിച്ചാൽ തന്നെ ശ്രീ PR ശിവശങ്കർ, ഞാൻ ഒന്ന് ഇടപെടുന്നു. അങ്ങനെ സമ്മതിച്ചാൽ തന്നെ സീറ്റ് വിഭജനത്തിനെ കുറിച്ചുള്ള ആലോചനകളിൽ തന്നെ BJP മുന്നോട്ട് വെച്ച ഫോർമുല JDUവിനോട് 50:50 എന്നതായിരുന്നു. അല്ല, അത് ആദ്യം അങ്ങനെ ആയിരുന്നില്ല. അത് അവസാനം 50-50 ഒരിക്കലും ആയിരുന്നില്ല. കാരണം ബാക്കി മറ്റേ VIP പാർട്ടിയും വേറെ 2 പേരും ഉണ്ടായിരുന്നു, ചെറിയ പാർട്ടിയാണെങ്കിലും. ഈ ചിരാഗ് പാസ്വാൻ പുറത്തേക്ക് പോയതിന് ശേഷമാണ് ഇദ്ദേഹത്തിന് 25 സീറ്റ് കൊടുക്കാൻ പറ്റില്ല, 15 സീറ്റൊക്കെ ഓഫർ ചെയ്തു. ഇതാണ് അവിടെ നടന്ന ചർച്ചയായിട്ട് ഞാൻ മനസ്സിലാക്കിയത്. 2-3 ഇംഗ്ലീഷ് പത്രങ്ങൾ വരെ ആ വാർത്ത ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയെല്ലാം നമ്മളുടെ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് പറയാൻ പറ്റാവുന്ന ഒരു കോൺസ്പിറൻസി തിയറിയാണ്. യഥാർത്ഥത്തിൽ ഇതാണ് നടന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണ് ഞാൻ വാർത്തകൾ കണ്ടതും. നമുക്ക് ഗൂഗിൾ ചെയ്താൽ അത് കിട്ടാവുന്ന വാർത്തകളുമാണ്, ഞാൻ വായിച്ചതുമാണ്. മറ്റൊരു തിയറി പറയുന്നത് AIMനെയും
OICയുടെ പാർട്ടിയെയും ഇത്തരത്തിൽ BJP ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു തിയറിയാണ് ഈ കേരളത്തിലെ മിക്കവാറും ദൃശ്യമാധ്യമങ്ങളിൽ ഇന്ന് രാവിലെ തൊട്ട് പറഞ്ഞു കേൾക്കുന്നത്. അവിടെ അത്തരത്തിലുള്ള ചർച്ച വരുമ്പോൾ എനിക്ക് തോന്നുന്നില്ല, നമുക്ക് ഇപ്പോൾ കിഷൻഗഞ്ച്, അതാണല്ലോ മുസ്ലിം വോട്ടേഴ്സിന് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യമുള്ളത്, 68% മുസ്ലിം പോപ്പുലർ വോട്ടുകൾ കിഷൻഗഞ്ചിലും കട്ടിഹാറിലും എല്ലാം ഉണ്ട്. അവിടെ 2-3 സീറ്റുകളിൽ AM ആണ് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി, വിജയിക്കുന്ന ഒരു സ്ഥലം വിജയിച്ചു, ബാക്കി എല്ലായിടത്തും വിജയിക്കാൻ വരുന്നു. അപ്പോൾ ഈ ഇടതുപക്ഷ കക്ഷികൾക്കോ അല്ലെങ്കിൽ RJDക്കോ അവിടുത്തെ ഒരു ന്യൂനപക്ഷ വോട്ടുകളെ സമാഹരിക്കുവാൻ കഴിവില്ലാതെ വരികയും തങ്ങളെക്കാൾ ഒരു ശക്തമായ ഒരു മുസ്ലിം ഒരു ഓർഗനൈസേഷൻ ആ വോട്ടുകൾ സമാഹരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ആ കക്ഷിയോടുള്ള ഒരു ദേഷ്യം അല്ലെങ്കിൽ അവരോടുള്ള ഒരു വൈരാഗ്യം അത് തീർക്കൽ മാത്രമാണ്. അതല്ലെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഒരു സ്പോയിലർ ആവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10%, 15% വോട്ട് മേടിക്കാം. പക്ഷേ അവർ ഒരു 20-22% വോട്ട് മേടിച്ചുകൊണ്ട് പലപ്പോഴും BJPയെയും JDUവിനെയും കോൺഗ്രസിൻ്റെ 3 കാൻഡിഡേറ്റിനെയാണ് അവർ തോൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അവരത്ര മോശപ്പെട്ട പക്ഷികളായിരുന്നില്ല, പ്രത്യേകിച്ച് ആ 3 ജില്ലകളിലും എന്ന് വരുമ്പോൾ നിങ്ങൾക്ക് അവരെയും ഇതൊരു BJPയുടെ സഖ്യകക്ഷി അല്ലെങ്കിൽ BJP കൊണ്ട് ഇറക്കി വെച്ച ഒരു സംഘടന എന്ന് പറയാനും പറ്റില്ല. എനിക്ക് അതിലും വിചിത്രമായി തോന്നിയത് ഇടതുപക്ഷ നേതാക്കൾ ഇപ്പോൾ പറയുന്നത് അവരുടെ വോട്ട് വേണമോ എന്ന ചോദ്യം, ആ ചോദ്യത്തിനെ ഗോപികൃഷ്ണൻ്റെ ഒരു അസ്ഥാനത്തുള്ള ചോദ്യമോ അല്ലെങ്കിൽ ഒരു ശരിയായ ചോദ്യമല്ല എന്നും അതിനോട് ഉത്തരം പറയില്ല എന്ന് പറയുമ്പോൾ മറ്റു ചില പാർട്ടികളുടെ പിന്തുണ അല്ലല്ല, ഇടപെട്ടതല്ല. ഈ ഘട്ടത്തിൽ അങ്ങനെ ഒരു ചോദ്യം സാങ്കല്പികമാണെന്നതാണ്. അദ്ദേഹം ആ നിലയിലാണ് അതിന് മറുപടി പറഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹം ഇതിനെ ആധികാരികമായി ഇതിൽ മറുപടി പറയുകയിൽ അദ്ദേഹം അഭിപ്രായം രേഖപ്പെടുത്തുകയാണെന്ന് പറഞ്ഞാണ്. അതുകൊണ്ട് ഞാൻ അത് പറഞ്ഞത് അസ്ഥാനത്തല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് സമ്മതിക്കുകയും ചെയ്തു. ശരി, അതുകൊണ്ട് ഞാൻ പറഞ്ഞ അവസാനിപ്പിച്ചാൽ അതിന് ഉത്തരമായേനെ. സാങ്കല്പികമായ മറ്റു പല ചോദ്യങ്ങൾക്കും കൃത്യമായി ഉത്തരം CPMന്റെ പല നേതാക്കളും പറയാറുണ്ട്. വേറെ ചില പാർട്ടികളുടെ പിന്തുണ വേണോ, ഞങ്ങൾ ഒരിക്കലും സ്വീകരിക്കില്ല എന്ന് പറയാൻ കേരളത്തിൽ തന്നെ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചോദ്യത്തിന് അതില്ല എന്ന് വരുമ്പോൾ അത് സാങ്കല്പികമല്ല എന്നും ആ പിന്തുണ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നും കൂടിയാണ് അർത്ഥം. അതും വേണമെങ്കിൽ ഒരു കോൺസ്പെറൻസി തിയറി ആയിട്ട് ചോദിക്കാം എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ശരി, നമുക്ക് ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ K. അജിത്ത്, ഈ തെരഞ്ഞെടുപ്പ് ഫലം ഇതുവരെ വരുന്നത് വെച്ച് നോക്കുമ്പോൾ 124 ഇടത്താണ് NDA ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. അവർ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പോൾ നിലവിലെ സാഹചര്യം നോക്കിക്കഴിഞ്ഞാൽ ബീഹാറിൽ ഒരു ആൻറ്റി ഇൻകംബൻസി, അതായത് ഒരു ഭരണവിരുദ്ധ വികാരം പ്രകടമായിട്ടില്ല എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുമോ? ഇത് തൻ്റെ അവസാനത്തെ തെരഞ്ഞെടുപ്പായിരിക്കും എന്ന് പറഞ്ഞ് വളരെ വൈകാരികമായാണ് നിതീഷ് കുമാർ, കേവലം 2.5% വരുന്ന അവിടുത്തെ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന നിതീഷ് കുമാർ, അവിടുത്തെ ഈ കഴിഞ്ഞ 2 പതിറ്റാണ്ടായി അതിശക്തനായി നിലകൊണ്ട നിതീഷ് കുമാർ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സമീപിച്ചത്. അദ്ദേഹത്തിൻ്റെ പാർട്ടി JDU 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുന്ന കാഴ്ച നമ്മളിപ്പോൾ കാണുകയാണ്. NDA അധികാരത്തിൽ വന്നാൽ ഒരുപക്ഷെ BJPയുടെ ഔദാര്യത്തിൽ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി തുടരേണ്ട സാഹചര്യമാണ് ബീഹാറിൽ ഉണ്ടാകാൻ സാധ്യത തെളിയുന്നത്. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും ബീഹാറിൽ സംഭവിച്ചിട്ടുണ്ടാവുക? തീർച്ചയായിട്ടും ഇതിന്റെ മെയിൻ കാരണം ജനതാദളിന് എഗെയിൻസ്റ്റ് ഒരു ആന്റി ഇൻകംബൻസി ബീഹാറിൽ ഉണ്ടായിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പിൽ അത് കാണാൻ പറ്റി. കാരണം 70-71 സീറ്റ് ഉണ്ടായിരുന്ന ഒരു പാർട്ടി ഇപ്പോൾ ഒരു 40 സീറ്റിന് അടുത്ത് ഏതാണ്ടാണ് ഇപ്പോഴത്തെ ഇതനുസരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ചുരുങ്ങിപ്പോയി. കാരണം അതിന്റെ മെയിൻ റീസൺ ഇതാണ്, നിതീഷ് കുമാറിന് എഗെയിൻസ്റ്റ് ആയിട്ടൊരു ആന്റി ഇൻകംബൻസി ഇവിടെ ബീഹാറിൽ വന്നു കഴിഞ്ഞു. പിന്നെ BJP നേരത്തെ തന്നെ ഡിക്ലെയർ ചെയ്താണ്, ഇപ്പൊ ഞങ്ങൾക്ക് സീറ്റ് കൂടുതൽ വന്നാൽ തന്നെ ഞങ്ങൾ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയായിട്ട് ഇവിടെ പ്രഖ്യാപിക്കും എന്നുള്ളത് ഓൾറെഡി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും JP നഡ്ഡയും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നില്ല നിതീഷ് കുമാറിനെ മാറ്റി നിർത്തി ഇവിടെ ഒരു ഭരണം അവർ നടത്തുവോ ഇല്ലയെന്ന്. എനിക്ക് ഇപ്പോഴത്തെ സമയത്ത് അവർ ചെയ്യില്ല. പിന്നെ ആദ്യത്തെ ഫേസിൽ അവർക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ടായി. അത് കാരണം നിതീഷ് കുമാറിന് ഇത് എന്റെ അവസാനത്തെ ഇലക്ഷനാണെന്ന് പറയേണ്ടി വന്നു. കുറച്ച് ഇമോഷണൽ വോട്ട് അതുകൊണ്ട് പുള്ളിക്ക് നേടാൻ പറ്റി. 3ാമത്തെ ഫേസിലാണ് NDAക്ക് ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയിരിക്കുന്നത്. ആദ്യത്തെ അല്ലെങ്കിൽ 2ാമത്തെ ഇത് കഴിഞ്ഞാൽ 3ാമത്തെ ഫേസിലാണ് അവർ, എനിക്ക് തോന്നുന്നു 94 സീറ്റിൽ അവർ 65-70 സീറ്റുകൾ അവർക്ക് അതുകൊണ്ട് നേടാൻ പറ്റിയിട്ടുണ്ട്. ഇതാണ് എനിക്ക് കുറച്ച് പറയാനൊന്നുമില്ല. കാരണം
അല്ല, അവിടെ താങ്കൾ എന്ത് സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്? ബീഹാറിലെ രാഷ്ട്രീയം വളരെ അടുത്തു നിന്ന് കാണുന്ന ഒരാളെന്ന നിലയിൽ താങ്കൾ എന്ത് സാധ്യതയാണ് കാണുന്നത്? പിന്നെ താങ്കൾ പറഞ്ഞു JDU-വിനെതിരായിട്ടുള്ള ഒരു വിരുദ്ധ വികാരം രൂപപ്പെട്ടിട്ടുണ്ടെന്ന്. ഇവിടെ ചിരാഗ് പാസ്വാൻ വഴി JDU-വിനെ ദുർബലപ്പെടുത്താൻ വേണ്ടി BJP ശ്രമിച്ചു. അത് BJPക്ക് അവിടെ അവരുടെ ഒരു എഞ്ചിനീയറിംഗിന്റെ ഭാഗമായി അത് നടത്തിപ്പോന്നു, ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായി നടത്തിപ്പോന്നു എന്നുള്ളതൊക്കെ ആയിരുന്നല്ലോ ഉയർന്നു വന്ന ആക്ഷേപം. അതിനെ താങ്കൾ ശരിവെക്കുന്നുണ്ടോ? എന്റെ അഭിപ്രായത്തിൽ NDAക്ക് ചിരാഗ് പാസ്വാനെ കൂടെ നിർത്തേണ്ടതായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ ഒരു 150+ സീറ്റ് ഇവിടെ തീർച്ചയായിട്ടും അവർക്ക് കിട്ടുമായിരുന്നു. അതിന്റെ അകത്ത് എന്താണ് പ്രശ്നമെന്ന് എനിക്കിപ്പോഴും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ചിലപ്പോൾ JDU-വിനെ തകർക്കാനാണോ അതോ BJP കൂടുതൽ സീറ്റ് നേടാനാണോ, അത് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. കാരണം ഒരേ സമയത്ത് ഗവൺമെന്റിലിരിക്കുകയും പിന്നെ ഞാൻ ഇവിടെ മാറി നിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത അത് ശരിയല്ല. ശരി, ശ്രീ NK പ്രേമചന്ദ്രൻ, ദേശീയ തലത്തിൽ NDAക്ക് ഒരു ബദൽ രൂപപ്പെടുത്താൻ വേണ്ടി മുൻകൈയെടുത്ത് ഇറങ്ങിയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. രാജ്യത്തെ ഏറ്റവും അധികം പാരമ്പര്യവും ചരിത്രവുമുള്ള പാർട്ടി. ഞങ്ങൾ തയ്യാറാണ് വിട്ടുവീഴ്ചകൾക്ക്, അതുകൊണ്ട് തന്നെ എല്ലാവരും വരൂ, നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം എന്ന നിലപാടായിരുന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി, ഈ സമീപകാലങ്ങളിലായി കോൺഗ്രസ് സ്വീകരിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഈ ബീഹാർ അതിൻ്റെ ഒരു പരീക്ഷണശാലയായി നമ്മൾ ബീഹാറിനെ പരിഗണിക്കുമ്പോൾ അവിടെ വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നത് കോൺഗ്രസിനാണ്. ഇനി ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലെ ഫലങ്ങൾ വെച്ച് നോക്കൂ, അവിടെയും തിരിച്ചടി നേരിട്ടിരിക്കുന്നത് കോൺഗ്രസിനാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഗുജറാത്ത്, അവിടെ പ്രദ്യുമൻ സിൻഹ ജഡേജ, അദ്ദേഹം BJP-യിലേക്ക് കൂറുമാറിയ കോൺഗ്രസിലെ 5 MLA-മാരിൽ ഒരാളാണ്. 36,800 വോട്ടുകൾക്കാണ് ഏതാണ്ട് അദ്ദേഹം അവിടെ വിജയിച്ചിരിക്കുന്നത്. മധ്യപ്രദേശിൽ നോക്കൂ, അവിടെ കോൺഗ്രസിൽ നിന്ന് പോയവർ ഉണ്ടാക്കിയ വിപ്ലവമാണ് അവിടെ BJP-ക്ക് അധികാര തുടർച്ച ഉണ്ടാക്കാൻ സഹായകരമായിരിക്കുന്നത്. ഈ കോൺഗ്രസ് ആണ് BJP-ക്ക് ബദലായി, NDAക്ക് ബദലായി ഒരു രാഷ്ട്രീയ കൂട്ടായ്മ രൂപപ്പെടുത്താൻ മുൻകൈയെടുത്ത് നിൽക്കുന്നത്. അവരുടെ പ്രസക്തി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശോഷിച്ചു പോകുന്നു എന്ന് തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ മുൻനിർത്തി നമ്മൾ വിലയിരുത്തിയാൽ താങ്കൾ എങ്ങനെ കാണും? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന ദേശീയ പ്രസ്ഥാനത്തിന്റെ പ്രസക്തി BJP അടക്കമുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിനെതിരായി അല്ലെങ്കിൽ മുന്നണിക്കെതിരായിട്ടുള്ള പ്രസക്തി നഷ്ടപ്പെട്ടു എന്ന് ഒരിക്കലും വിലയിരുത്താൻ കഴിയില്ല. നമുക്കറിയാം, ബീഹാറിലെ കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കാലത്തിലധികമായിട്ടുള്ള രാഷ്ട്രീയം പരിശോധിച്ച് നോക്കിയാൽ, പ്രത്യേകിച്ചും അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുണ്ടായിട്ടുള്ള രാഷ്ട്രീയ സമവാക്യങ്ങൾ പല ഘട്ടത്തിൽ പല രൂപത്തിൽ മണ്ഡൽ രാഷ്ട്രീയവും അതിനുശേഷം മന്ത്രരാഷ്ട്രീയവും ഒക്കെ ഉണ്ടായതിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ അവിടെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് സ്വാധീനമുണ്ടായിരുന്ന മണ്ണ് പിന്നീട് ജാതി സാമുദായിക സമവാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പടുത്തുയർത്തപ്പെട്ട നിരവധി രാഷ്ട്രീയ സംവിധാനങ്ങൾ, അവിടെയെല്ലാം കോൺഗ്രസ് സത്യത്തിൽ ബീഹാറിന്റെ മണ്ണിൽ, ബീഹാറിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ കോൺഗ്രസിന്റെ സ്വാധീനം നന്നേ പരിമിതമായിരുന്നു, നന്നേ കുറവായിരുന്നു. എന്നാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ 40 സീറ്റിൽ മത്സരിച്ച് 25 സീറ്റ് വാങ്ങി മെച്ചപ്പെട്ട ഒരു പെർഫോമൻസ് നടത്തി. അതന്ന് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ തുടർ പ്രവർത്തനങ്ങൾ സംഘടനാ ആ സമയത്ത് മഹാഗഡ്ബന്ധനിൽ JDU ഉണ്ടായിരുന്നു, ശ്രീ NK പ്രേമചന്ദ്രൻ, അത് മറന്നു പോകരുതല്ലോ. തീർച്ചയായും JDU-വും അതുപോലെയുള്ള വിശാല സഖ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മത്സരിച്ചപ്പോഴാണെങ്കിൽ പോലും 40 സീറ്റിൽ മത്സരിച്ചു, അവർക്ക് 25 സീറ്റ് കിട്ടി. അതിനെ തുടർന്ന് അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത്, കോൺഗ്രസ് ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാകേണ്ടിയിരിക്കുന്നു സംഘടനാപരമായി പ്രത്യേകിച്ചും. കാരണം ഇത്രയും സംഘടനാപരമായിട്ടുള്ള ദൗർബല്യം നല്ലതുപോലെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് ബീഹാർ സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒരു ദേശീയ ബദലായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒറ്റയ്ക്കൊരിക്കലും മുന്നോട്ട് വരാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ അതത് സംസ്ഥാനങ്ങളിൽ പ്രാമുഖ്യമുള്ള ജനാധിപത്യ മതേതര പാർട്ടികളെ കൂട്ടിയോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വലിയ രാഷ്ട്രീയ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കോൺഗ്രസ് തയ്യാറാകേണ്ടുന്ന ഒരു സാഹചര്യമാണ്. നിർഭാഗ്യവശാൽ അതിനനുസരിച്ച് കോൺഗ്രസ് ഉയരുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിൽ എല്ലാവർക്കും ആശങ്കയുണ്ട്. ആ ആശങ്ക പലരും പങ്കുവച്ചിട്ടുണ്ട്. അവിടെയാണ് ഒരു പുനർവിചിന്തനത്തിന് കോൺഗ്രസ് അടിയന്തരമായി തയ്യാറാകേണ്ടതുണ്ട്. ഇപ്പം മധ്യപ്രദേശിലെ തന്നെ സ്ഥിതിവിവര കണക്കുകൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 8 or 7 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് അവിടെ മധ്യപ്രദേശിൽ ലഭ്യമായിട്ടുള്ളത്. അത് കോൺഗ്രസിൽ നിന്ന് കൂറുമാറിപ്പോയവരൊക്കെ മിക്കവാറും നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചിരിക്കുന്നു. ഗുജറാത്തിലെ സ്ഥിതിയെ സംബന്ധിച്ച് നേരത്തെ ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചു. അവിടെയാണ് ഞാൻ പറഞ്ഞത്, സംഘടനാപരമായ അടിത്തറ ശക്തിപ്പെടുത്തിക്കൊണ്ട് ബലപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ രാഷ്ട്രീയ മുന്നേറ്റത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തണമെന്ന ഒരു വലിയ സന്ദേശം ബീഹാർ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം നൽകുന്നുണ്ട് എന്നാണ് എൻ്റെ വ്യക്തിഗതമായിട്ടുള്ള അഭിപ്രായം.
ശ്രീ എം സ്വരാജ്, ഇടതുപക്ഷ കക്ഷികളുടെ ബീഹാറിലെ മികച്ച പ്രകടനം, അതായത് CPIM 4 സീറ്റിൽ മത്സരിച്ചു, 3 ലീഡ് ചെയ്യുന്നു. CPI 6 സീറ്റിൽ മത്സരിച്ചു, 4 ലീഡ് ചെയ്യുന്നു. അങ്ങനെ CPM CPI കൂട്ടിന് 7. പിന്നീട് CPI ML ആണ്, അവർക്കാണ് ബാക്കിയുള്ള ഏതാണ്ട് 12 സീറ്റിൽ അവരും ലീഡ് ചെയ്യുന്നു. അതൊരു മികച്ച മുന്നേറ്റം ഒരു ഏറെ കാലത്തിന് ശേഷം ഇടതുപക്ഷ കക്ഷികൾക്ക് അവിടെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ബീഹാറിലെ കർഷകർ, ആദിവാസി, ദളിത് വിഭാഗങ്ങൾക്കിടയിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രസക്തി ഒന്നുകൂടി, അവരുടെ പ്രവർത്തനം ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ പാകത്തിലാണ് ഈ മുന്നേറ്റമൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഇതിനു മുൻപും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ രാവിലെ തൊട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് BJPയുടെ ഭാഗത്ത് ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട ആക്ഷേപവും ഇവിടുത്തെ ഇടതുപക്ഷ പ്രതിനിധികൾ മറുപടി പറയണമെന്ന് അവർ ആവശ്യപ്പെട്ടതും CPI MLന്റെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തോട് ഇവിടെ ഇടതുപക്ഷം സ്വീകരിക്കുന്ന സമീപനത്തെക്കുറിച്ചാണ്. എങ്ങനെയാണ് അവരുടെ മുന്നേറ്റത്തെ ഞങ്ങളുടേത് എന്ന അഭിമാനത്തോടെ അവതരിപ്പിക്കാൻ കഴിയുക എന്നതാണ്. അതിനൊരു മറുപടി ഉണ്ടാവുമല്ലോ താങ്കൾക്ക്. ഞാൻ അങ്ങ് ചോദിച്ച ചോദ്യത്തോട് പ്രതികരിച്ചുകൊണ്ട് അങ്ങനോട് ചോദിക്കാത്ത ഒരു ചോദ്യത്തിന് കൂടി മറുപടി പറയാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഇടതുപക്ഷത്തിന് അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞ മുന്നേറ്റവും ഇപ്പോൾ ലീഡ് ചെയ്യുന്ന സീറ്റുകളും ഞാനതിൻ്റെ കേവലമായ എണ്ണം വെച്ചുകൊണ്ട് എന്തെങ്കിലും മേനി നടിക്കാനോ ഒരു ആഹ്ലാദ പ്രകടനം നടത്താനോ അല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഇത്തരമൊരു സാഹചര്യം രൂപപ്പെട്ടു വരികയും ഇടതുപക്ഷം തിരഞ്ഞെടുപ്പിൽ ലീഡ് ചെയ്യുന്ന, വിജയിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് വരികയും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ വിജയസാധ്യതയുള്ള ഒരു മുന്നണിയോടൊപ്പം നിന്ന് ആ തിരഞ്ഞെടുപ്പിൽ സജീവമായ സാന്നിധ്യമായി മാറുമ്പോൾ തിരഞ്ഞെടുപ്പ് പ്രചരണത്തെ ആകെയും ആ അന്തരീക്ഷത്തെയും സ്വാധീനിക്കാൻ കഴിയുന്നതായ ഒരു രാഷ്ട്രീയത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. അതായത് പലപ്പോഴും ഉത്തരേന്ത്യയിൽ പല ഭാഗങ്ങളിലും കണ്ടുവരാറുള്ള ജാതീയമായ പ്രശ്നങ്ങൾ, വർഗീയ ധ്രുവീകരണത്തിലും ജാതീയമായ ചേരിതിരിവിലും ബന്ധിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ കർഷകരുടെയും തൊഴിലാളികളുടെയും ആദിവാസികളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന വേദിയാക്കി മാറ്റാൻ, അതോടൊപ്പം നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന മറ്റ് പ്രശ്നങ്ങളെ സജീവ ചർച്ചയായി ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും. അത്തരത്തിലുള്ള ഗുണപരമായ ഒരു മാറ്റം ഈ സാഹചര്യത്തിൽ, ഇത്തരം സന്ദർഭങ്ങൾ നമ്മൾ കണ്ടുപോകേണ്ടതാണ്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി, പ്രാധാന്യം. രണ്ട്, താങ്കളിപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഭാഗമായി തന്നെ ഇന്ന് പലരും ഉയർത്തിയതായ ഒരു വിമർശനം ചൂണ്ടിക്കാണിച്ചു. ആ വിമർശനത്തെ ഞാനങ്ങനെ കാര്യമായിട്ട് എടുക്കുന്നില്ല. കാരണം CPI MLുമായി എങ്ങനെ യോജിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ML പ്രസ്ഥാനങ്ങൾ പലതും ഉണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തുമായിട്ട്. നമ്മളിപ്പോൾ ഈ പറയുന്ന, അല്ലെങ്കിൽ ചർച്ചയിൽ പലതവണ പരാമർശിക്കപ്പെടുന്ന മാവോയിസ്റ്റ് അതിൽ പെടില്ല, അത് വേറൊരു വിഭാഗമാണ്. ഇപ്പം കേരളത്തിൽ CPI ML റെഡ് ഫ്ലാഗ് ഇടതുപക്ഷത്തോടൊപ്പമാണല്ലോ. തെരഞ്ഞെടുപ്പിലല്ല, ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചിലയിടത്ത് LDFന്റെ ഭാഗമായിട്ട് അവർക്ക് സീറ്റ് കൊടുത്ത് അവർ മത്സരിക്കുന്നുണ്ടല്ലോ. സഖാവ് ഉണ്ണിച്ചക്കൻ്റെ CPI ML റെഡ് ഫ്ലാഗ് ഞങ്ങളുടെ കൂടെയാണ്. അത് പൊതുവായ ഒരു രാഷ്ട്രീയ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ്. നമുക്ക് വേണമെങ്കിൽ സമയമെടുത്ത് അതിൻ്റെ ദാർശനിക മാനങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാവുന്നതാണ്. ഈ വിമർശനത്തിൽ കഴമ്പില്ല എന്ന് മാത്രമേ ഞാൻ അതിൽ പറയുന്നുള്ളൂ. മറ്റൊന്ന്, ഞാൻ എന്നോട് ചോദിക്കാത്തൊരു ചോദ്യം എന്ന് പറഞ്ഞത് മറ്റൊന്നുമല്ല, ബഹുമാന്യനായ MP താങ്കൾ ചോദിച്ച ചോദ്യമാണ്. കോൺഗ്രസിൻ്റെ ഒരു സാന്നിധ്യം, അവരുടെ ഉത്തരവാദിത്വം, അത് സംബന്ധിച്ചുള്ളതാണ്. അതിന് അദ്ദേഹം പറഞ്ഞ അഭിപ്രായങ്ങളോട് ഏറെക്കുറെ ചേർന്ന് നിൽക്കുന്നതാണ് എൻ്റെയും നിലപാട്. ഞാൻ എൻ്റെതായ രീതിയിൽ പറയുന്നുവെന്നേ ഉള്ളൂ. ഒന്ന്, നമ്മുടെ രാജ്യത്ത് BJP നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്നു. തുടർച്ചയായി 2ാം ടേമാണ്. RSSനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഗവൺമെൻറ്റാണ്. ഇവിടെ ബഹുമാന്യനായ BJPയുടെ പ്രതിനിധി ഉണ്ട് ചർച്ചയിൽ. പക്ഷേ രാഷ്ട്രീയമായിട്ടുള്ള വിയോജിപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഞാൻ പറയുന്നത് അത് നമ്മുടെ രാജ്യത്തിന് ഗുണമല്ല. ആ ആശയവും രാഷ്ട്രീയവും മതനിരപേക്ഷതയ്ക്കെതിരാണ്. ഇന്ത്യയുടെ നിലനിൽപ്പ്, മതനിരപേക്ഷ ഇന്ത്യയുടെ നിലനിൽപ്പ്, ഇന്ത്യൻ ഭരണഘടനയുടെ നിലനിൽപ്പ് അപകടത്തിലാണ്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് മതനിരപേക്ഷത സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ സംരക്ഷിക്കാൻ മതനിരപേക്ഷ ജനാധിപത്യ കക്ഷികളുടെ ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നവരുടെ വിശാലമായ കൂട്ടായ്മ ഉയർന്നു വരേണ്ടതുണ്ട്. അതിന് നേതൃത്വം കൊടുക്കാനുള്ള രാഷ്ട്രീയവും ചരിത്രപരവുമായ ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ട് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. പല കാരണങ്ങളാൽ കോൺഗ്രസിനുണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ കോൺഗ്രസിന് ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ബീഹാർ തെരഞ്ഞെടുപ്പും അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതും തോൽക്കുന്നതും അവിടെ നിൽക്കട്ടെ, അതൊരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചാണ് സംഭവിക്കുക. പക്ഷെ കോൺഗ്രസ് പരാജയപ്പെടുമ്പോഴും അതത് പ്രദേശങ്ങളിലെ സജീവ രാഷ്ട്രീയ സാന്നിധ്യവും സ്വാധീന ശക്തിയുമായിരുന്നു. എന്നാൽ അതിന് ഏറെക്കാലമായി മാറ്റം വരുന്നുണ്ട്. ഇപ്പോൾ പല സംസ്ഥാനങ്ങളിലെ സ്ഥിതി നോക്കൂ. ഭക്തവത്സലത്തിന് ശേഷം തമിഴ്നാട്ടിലൊരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല.
67 തോന്നുന്നു എൻ്റെ ഓർമ്മ. ഇപ്പോൾ ബീഹാറിൽ തന്നെ എടുത്താൽ ജഗന്നാഥ് മിശ്രയ്ക്ക് ശേഷം ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല, 90-ന് ശേഷം ഉണ്ടായിട്ടില്ല. യുപിയിൽ ND തിവാരിക്ക് ശേഷം ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി വന്നില്ല, 88-89 മറ്റോ ആണ്. ബംഗാളിൽ 77 സിദ്ധാർത്ഥ ശങ്കർ പോയതാണ്, പിന്നെ അവിടെ തിരിച്ചു വരാൻ സാധിച്ചിട്ടില്ല. ഗുജറാത്തിൽ ഗാന്ധി പിറന്ന ഗുജറാത്തിൽ 94-ന് ശേഷം പിന്നെ കോൺഗ്രസ് മുഖ്യമന്ത്രി ഉണ്ടായിട്ടില്ല, ഒരു തിരിച്ചുവരവ് ഉണ്ടായിട്ടില്ല. ഇത്ര അപകടകരമായ ഒരു രാഷ്ട്രീയ സന്ധിയിലും ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത മരിക്കാൻ അനുവദിച്ചുകൂടാ എന്ന സന്ദേശം ഇന്ത്യക്ക് പകർന്നു നൽകി ഇന്ത്യയിലെ മതനിരപേക്ഷ ശക്തികളെ യോജിപ്പിച്ച് ഒരു രാഷ്ട്ര നേതൃത്വമായി മാറാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല. കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിന് അങ്ങനെ ഒരു ഇടപെടൽ ശേഷിയില്ല. അത് ഏറ്റവും പരിഹാസ്യമായി മാറുന്നു. ഞാനിത് കോൺഗ്രസ് നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല. കോൺഗ്രസിനെ കേരളത്തിൽ നമ്മൾ ശക്തമായിട്ട് എതിർക്കും, അവരുടെ നയങ്ങളെയും അവരുടെ നിലപാടുകളെയും എതിർക്കും. പക്ഷേ വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യത്തിൽ സംഘപരിവാർ ഉയർത്തുന്ന അപകടങ്ങൾക്കെതിരെ കോൺഗ്രസ് കുറച്ചുകൂടി ശക്തമായ ഒരു പൊസിഷൻ സ്വീകരിക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ നിർഭാഗ്യവശാൽ കോൺഗ്രസിന് അതിന് കഴിയുന്നില്ലെന്ന് മാത്രമല്ല, അവരിപ്പോൾ താങ്കളുടെ ചോദ്യത്തിൽ അതുണ്ടെന്ന് ഞാൻ കരുതുന്നു, ഈ 70 സീറ്റ് ചോദിച്ചു വാങ്ങി. അതെന്തൊരു അബദ്ധമാണെന്നാണ് ഇപ്പോൾ ഈ ഫലം തെളിയിക്കുന്നത്. ഇവിടെ MP സൂചിപ്പിച്ചു അവർ ആത്മപരിശോധന നടത്തണമെന്ന്. അദ്ദേഹം വളരെ മിതമായിട്ട് അത് പറഞ്ഞതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ UDF-ലെ ഒരു അപ്രധാനമായ ഘടകകക്ഷി, ഞാൻ ഒരു കക്ഷിയുടെ പേരൊന്നും പറയുന്നില്ല, അപ്രധാനമായ ഒരു ഘടകകക്ഷി ഒരു 50 സീറ്റ് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് വാങ്ങിയാൽ പ്രധാന കക്ഷിയായ കോൺഗ്രസ് ഒരു ഉദാര മനസ്ഥിതിയോട് അത് സമ്മതിച്ചു കൊടുത്താൽ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരിക്കും അത് സ്വാധീനിക്കുക? ഞാൻ മനസ്സിലാക്കുന്ന ബീഹാറിൽ കോൺഗ്രസിന് അനുവദിച്ച പല സീറ്റുകളിലും നല്ല ജനപിന്തുണയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്താനോ മത്സരിപ്പിക്കാനോ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ആകെ ക്രോഡീകരിപ്പിച്ച് ലക്ഷ്യവേദിയാക്കി മുൻപോട്ട് കൊണ്ടുപോകാനോ ഒന്നുമുള്ള കോപ്പ് അവർക്കുണ്ടായിരുന്നില്ല എന്നാണ് അവിടെ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ പലതും കാണുമ്പോൾ തോന്നുന്നത്. അതെല്ലാം ഈ അവസരത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. ഈ അവസരത്തിൽ പറഞ്ഞ് ഇന്ന് തന്നെ എന്നല്ല ഞാൻ പറയുന്നത്, കോൺഗ്രസിൽ ദീർഘവീക്ഷണമുള്ള നേതൃത്വം അവർ അത് ഗൗരവമായി കണ്ട് സമകാലിക ഇന്ത്യയിലെ കോൺഗ്രസിന്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഒന്നുകൂടി പുനഃപരിശോധിക്കേണ്ടതുണ്ട് എന്നാണ്. ശ്രീ സ്വരാജ്, ദീർഘവീക്ഷണമുള്ള നേതൃത്വത്തിന്റെ അഭാവമാണോ കോൺഗ്രസിന് ഈ അപകടങ്ങളിൽ കൊണ്ടുപോയി ചാടിക്കുന്നത്? ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ ചോദ്യത്തോട് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. എനിക്ക് ആ ചിന്തയാണുള്ളത്.